പ്രൈസ് ദ ലോർഡ്. എല്ലാ ആത്മീയ മക്കൾക്കും നമസ്കാരം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ഈ വീഡിയോ കാണാൻ പോകുന്ന നമ്മൾ എല്ലാ വ്യക്തികളും ഈ ഒരു അവസരത്തിൽ യോഹന്നായുടെ പുസ്തകം 9-ാം അധ്യായം 1 തൊട്ട് 41 വരെയുള്ള വാക്യത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ട് നമ്മൾ ചിന്തിക്കുന്ന ഈ അവസരത്തിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഗോസ്പൽ ജോണിൻ്റെ 9-ാം അധ്യായത്തിൽ ഒരു അന്ധനായ ഒരു വ്യക്തിയെ പിന്നെ സൗഖ്യം പ്രാപിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ആ അന്ധനായ വ്യക്തി ജന്മാലെ അന്ധനായിരുന്നു, ജനിച്ചപ്പോഴേ അന്ധനായിരുന്നു. അതിനെ സംബന്ധിച്ച് യഹൂദന്മാരുടെ ഒരു ധാരണയുണ്ടായിരുന്നു. മാതാപിതാക്കൾ പാപം ചെയ്യുന്നത് കൊണ്ടാണ് കുഞ്ഞുങ്ങൾക്ക് അന്ധത കിട്ടുന്നത് എന്നുള്ളതാണ് ചിന്തിക്കുന്നത്. ഇതിനെ സംബന്ധിച്ച് ശിഷ്യൻ യേശുക്രിസ്തുവിനോട് ചോദിക്കുമ്പോൾ യേശുക്രിസ്തു പറയുന്ന ഈ പ്രകാരമാണ്. യേശുക്രിസ്തു പറയുന്ന ഇങ്ങനെയാണ്, അതായത് മാതാപിതാക്കളുടെ പാപം കൊണ്ടല്ല, നേരെ മറിച്ച് ഈ അന്ധതയെ മാറ്റാനായിട്ട് യഹോവയ്ക്ക് മാത്രമേ അതിന് കഴിയത്തുള്ളൂ. ആ യഹോവയുടെ ശക്തി അവിടെ പ്രകടനം ചെയ്യണമായിരുന്നു. അതിനാണ് ഈ വ്യക്തി ഇങ്ങനെ അന്ധനായിരിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. അപ്പം നമ്മൾ ഈ പുസ്തകത്തിൽ 4 രീതിയിൽ ഇതിനെ മനസ്സിലാക്കാൻ പറ്റും. 1, ജന്മനാലെ അന്ധനായ വ്യക്തിയെ സൗഖ്യം പ്രാപിക്കുക. 2, അയലോക്കത്തുള്ളവരുടെ പ്രതിക്രിയ എന്തോ ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുക. 3, പരീക്ഷന്മാർ ഇതിനെ അന്വേഷിക്കുകയും അത് കഴിഞ്ഞിട്ട് ഇതിനെ എതിർക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ചപ്പാട്. 4, നമ്മൾ ആധ്യാത്മികമായ അന്ധതയുള്ള നമ്മുടെ ജീവിതത്തിലുള്ള അതിന് നമുക്ക് ഇതിൽ കൂടി നമുക്ക് ശിക്ഷണം കിട്ടുന്ന ഒരവസരമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. നമ്മൾ കാണുന്ന ഇതിൻ്റെ 1 തൊട്ട് 7 വരെയുള്ള വേർഡ്സിൽ നമ്മൾ കാണാൻ സാധിക്കുന്നത് അന്ധനായ വ്യക്തി, ജന്മാലെ അന്ധനായ വ്യക്തിയെ സൗഖ്യം പ്രാപിക്കുന്നത്. ആ യേശുക്രിസ്തു അവിടെ ഒരു മണ്ണിനെ തുപ്പൽ കൊണ്ട് കുഴച്ച് അദ്ദേഹത്തിൻ്റെ കണ്ണിൽ പുരട്ടി സിലോമിൻ്റെ വെള്ളത്തിൽ പോയി ചെന്ന് മുങ്ങി അത് കഴുകാനായിട്ട് പറയുന്നു. അങ്ങനെ അദ്ദേഹം ചെയ്യുന്നു, അദ്ദേഹത്തിന് കാഴ്ച കിട്ടുന്നു. ഇത് ഒരു യഹോവയുടെ ഒരു അതിശയകരമായ ഒരു കാഴ്ചപ്പാടാണ് അവിടെ നമുക്കെല്ലാം കാണാൻ സാധിച്ചത്. ഇത് നമ്മുടെ ഒബീഡിയൻ്റായിട്ട് യേശുക്രിസ്തുവിനെ വിശ്വസിക്കുകയും അതിൻ്റെ അനുസരിച്ച് ബ്ലെസ്സിങ്സ് വാങ്ങിച്ചതിൻ്റെ പ്രതിഫലമായിട്ടാണ് ഈ കാഴ്ചപ്പാട് കിട്ടിയെന്ന് നമ്മൾക്ക് മനസ്സിലാക്കുന്നത്. ഇതിന് യേശുക്രിസ്തു പറയുന്നത്, ഞാൻ ഈ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു എന്ന് പറയപ്പെടുന്നു. ഇത് നമുക്ക് യെശയ്യായുടെ പുസ്തകം 42-ാം അധ്യായം 7-ാം വാക്യത്തിൽ പറയുന്നത്, ഞാൻ അന്ധനായ വ്യക്തികളുടെ കണ്ണുകൾ തുറക്കപ്പെടും. ഇത് 700 വർഷം മുൻപ് പറഞ്ഞൊരു വാക്കാണ്. അത് അന്നത്തെ പ്രവാചകൻ പറഞ്ഞൊരു വാക്കാണ്. അത് ആണ് ഇന്ന് ഈ നിവൃത്തിയായിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് യേശുക്രിസ്തുവിൽ കൂടി നിവൃത്തിയാവുന്നത്. യോഹന്നായുടെ പുസ്തകം 8-ാം അധ്യായം 12 പറയുന്നത്, ഞാൻ ഈ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ഈ രീതിയിൽ ഈ ലോകത്തിൻ്റെ പ്രകാശമാകുന്ന ഈ ജീവിതത്തിൽ യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് നമ്മളെ എല്ലാം ആത്മീയപരമായിട്ട് നമ്മളുടെ ഉള്ളിൽ വചനത്തിൻ്റെ പ്രകാശം തരുവാണ് നമുക്ക് ചെയ്യുന്നത്. രണ്ടാമത്തെ കാര്യം, നമ്മൾ അയലോക്കത്തുള്ളവരുടെ ആൾക്കാർ ഈ ഒരു കാഴ്ചപ്പാടിക്കൊണ്ട് അവരുടെ പ്രതിക്രിയകൾ എന്താണെന്ന് 8-ാമത്തെ പദം തൊട്ട് 12-ാമത്തെ വചനം വരെ നമ്മൾ വായിച്ചു നോക്കണം. അതിശയകരമായിക്കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ തുടങ്ങി, ഇതെന്തുമാണ് സംഭവിക്കുന്നത്, ഇതാരാണ് ചെയ്യുന്നത്, ഇത് ദൈവമാണോ അതോ ഇത് യഹൂദനാണോ അതോ പ്രവാചകനാണോ എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു അവസരം അവിടെ കാണുന്ന പല രീതിയിലുള്ള തർക്കങ്ങളാണ് അവിടെ ആൾക്കാർ കാണിക്കുന്നത്. അപ്പം എല്ലാ വ്യക്തികൾക്കും ഇത് മനസ്സിലാകുന്നുണ്ട്, ഇത് യഹോവയാൽ അല്ലാതെ വേറെ ഒരു വ്യക്തിയിൽ കൂടി ഇത് നടക്കത്തില്ല എന്ന്. പക്ഷേ യേശുക്രിസ്തുവിനെ യഹോവയുടെ പുത്രനെന്ന് വിശ്വസിക്കാനായിട്ട് അവർക്ക് പ്രയാസമുണ്ട്. ഈ നടന്നിരിക്കുന്ന സംഭവം കൊണ്ട് എല്ലാവർക്കും ഒരു പരിവർത്തനമാണ് ഈ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത്. അപ്പം നമ്മുടെ ആത്മീയപരമായ ഒരു പ്രകാശമാണ് എല്ലാവർക്കും കിട്ടിയിരിക്കുന്നത്. നമുക്ക് 3-ാമത്തെ പോയിന്റിൽ നമുക്കാണ് പരീക്ഷന്മാർ ഇതിൽ കൂടി അവരെ എതിർക്കുന്നതായിട്ട് കാണുന്നു. 13-ാം നമ്പർ വാക്യം തൊട്ട് 34-ാം നമ്പർ വാക്യം വരെ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, പരീക്ഷന്മാർ ഇതിനെ എതിർക്കുന്നത് എന്താ? അവർ പറയുന്നത്, ഇത് യഹോവയാലാണ് നടക്കപ്പെടുന്നതെങ്കിൽ ശബത്തിൻ്റെ ദിവസം ഇങ്ങനൊരു കാര്യം നടക്കത്തില്ല. 1. രണ്ടാമത്, ഇദ്ദേഹത്തിന് എന്ത് ശക്തിയാണ് ഇദ്ദേഹത്തിന് ഇത് ചെയ്യുന്നത്? ഇത് ഒരു വ്യക്തികൾ പറയുന്നത് ഇത് പ്രവാചകനാണെന്ന് പറയുന്നു, ഒരാ വ്യക്തികൾ പറയുന്നത് യഹോവയുടെ പുത്രനാണെന്ന് പറയുന്നു, ഒരാ വ്യക്തി പറയുന്നത് ഇത് അങ്ങനെ ഒന്നുമില്ല, ഇത് എന്തോ വേറെ മന്ത്രവാദമാണെന്ന് പറയുന്നു. ഇങ്ങനെ പല രീതികളുടെയും അവർ യഹൂദ്യന്മാർ പരസ്പരം വിരോധമായിട്ട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന ഒരവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പം നമ്മൾ പരീക്ഷന്മാർ അന്വേഷിക്കുകയും
ഈ സബത്തിൻ്റെ ദിവസത്തിൽ എങ്ങനെ സൗഖ്യം പ്രാപിച്ചു എന്നുള്ള ചിന്തിക്കുകയും ചെയ്യുന്നു. എന്നിട്ട് ഈ വ്യക്തിയെ ഉണ്ടല്ലോ, അന്ധനായ വ്യക്തിയെ അവിടെ പള്ളിയിൽ ആരാധനയെ വിളിച്ച് ചോദ്യം ചോദിക്കുന്നു. അത് കഴിഞ്ഞിട്ട് അവരെ ആ പള്ളിയിൽ നിന്ന് അടിച്ചു പുറത്താക്കുന്നു. ഇങ്ങനത്തെ യേശുവിനെ അവർ സ്വീകരിക്കാൻ തയ്യാറല്ലാത്ത ഒരവസ്ഥയാണ്. അപ്പോൾ ഏതായാലും സൗഖ്യം കിട്ടിയ വ്യക്തി പറയുന്നു, ഞാൻ അന്ധനായിരുന്നു ജന്മാലെ, പക്ഷേ ഇന്ന് എനിക്ക് കാഴ്ച കാണുന്നുണ്ട്. അവരുടെ മാതാപിതാക്കളെ വിളിച്ചു ചോദിച്ചപ്പോൾ അവരും അത് തന്നെ പറഞ്ഞു. അപ്പം ഇങ്ങനെ റൈച്ചസ്നെസ്സിൻ്റെ പേരിൽ ജീവിക്കുന്ന ആൾക്കാർ സത്യത്തിനെ ഒരിക്കലും മറച്ചു വയ്ക്കാൻ പറ്റത്തില്ല എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. വ്യക്തിപരമായ അനുഭവത്തിൽ കൂടെ നമുക്ക് ഇതൊരു വലിയൊരു സാക്ഷ്യമായിട്ട് നമുക്ക് കാണാം. അപ്പോസ്തല പ്രവൃത്തി പുസ്തകത്തിൽ ആക്ട് 4-ാം അധ്യായം 20-ാം വാക്യത്തിൽ നമുക്ക് കാണുന്നത്, ഞാൻ എന്ത് കണ്ടു എന്ത് കേട്ടു അതെല്ലാം പറയാതിരിക്കാൻ നിവൃത്തിയില്ല, അത് ഞാൻ പറയേ പറ്റത്തുള്ളൂ. എന്താ വെച്ചാൽ അത് അതിശയകരമായ ഒരു കാര്യമായിരുന്നു. മത്തായിയുടെ സുവിശേഷം 10:32 നമ്മൾ വായിക്കുന്നത്, കുറച്ച് ആൾക്കാർ കണിശമായിട്ട് എൻ്റെ മുൻപിൽ ഈ നടന്നിരിക്കുന്ന സംഭവത്തിന് സത്യമാണെന്നുള്ളത് അവർ പറയും. അത് അങ്ങനത്തെ ഒരു അതിശയകരമായ കാര്യമാണ് നടന്നിരിക്കുന്നത്. ആത്മീയമായിട്ട് നമ്മൾ അന്ധരായിരിക്കുന്നത്, അതിനെപ്പറ്റി നമുക്ക് വചനത്തിൽ വായിക്കുമ്പോൾ 35 തൊട്ട് 41 വരെ വായിക്കുമ്പോൾ യേശുക്രിസ്തു അതായത് ഈ മനുഷ്യൻ്റെ പുത്രനാണെന്ന് വിശ്വസിക്കുന്ന വ്യക്തികൾക്ക് മാത്രം യേശുക്രിസ്തു കണ്ടെത്തുകയും അതിന് പ്രകാരം അവരുടെ ആത്മീയ അന്ധകതയെ മാറിക്കിട്ടുകയും ചെയ്യുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. യേശുക്രിസ്തു അതുകൊണ്ട് പറയുന്നത് എന്താ, നീ എന്ത് കാണുന്നോ കാണാൻ പറ്റാതിരിക്കുന്നു അത് നീ കണ്ടിരിക്കണം. അത് നീ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താ, അത് എല്ലാം നിൻ്റെ അന്ധതയെ കൊണ്ട് കാണുന്നു എന്ന് നീ വിശ്വസിക്കുക എന്ന് പറയും. അങ്ങനെ ആ വ്യക്തി നമ്മൾ ഓരോന്നും യഥാർത്ഥ ജീവിതത്തിൽ നമ്മൾ കാണേണ്ട കാഴ്ചപ്പാട് കാണാതെ നമ്മളിപ്പോൾ ലൗകിക ജീവിതത്തിൻ്റെ കാഴ്ചപ്പാടുകളിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അപ്പോൾ നമ്മുടെ യഥാർത്ഥ അന്ധത എന്താണെന്നുള്ളത് ആത്മീയപരമായിട്ട് അത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ ഓരോരുത്തരും ആത്മീയപരമായിട്ട് നമ്മൾ എല്ലാ കഴിവുള്ള വ്യക്തിയാണെന്ന് നമ്മൾ ധരിക്കുകയും ചെയ്യുന്നു. പക്ഷേ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന അന്ധതയെ നമുക്ക് മാറ്റാൻ പറ്റുന്നില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. റിവലേഷൻ പുസ്തകം വെളിപാട് പുസ്തകത്തിൽ നമ്മൾ 3-ാം അധ്യായം 17-18 വായിക്കുമ്പോൾ, നീ അന്ധനായിരുന്നു, പക്ഷേ നീ ചിന്തിക്കുന്നത് എനിക്ക് നോക്കാൻ പറ്റുന്നുണ്ട് എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷേ നമ്മൾ അന്ധനാണെന്നുള്ളത് നമുക്ക് മനസ്സിലാകേണ്ടിയിരിക്കുന്നു. നമ്മൾ ജീവിതത്തിൽ ആത്മീയപരമായിട്ടും ശാരീരികപരമായിട്ടും നമ്മൾ അന്ധനാണ് എന്നുള്ളതിന് സംശയമില്ല. അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യം. നമ്മൾ ആത്മീയപരമായ അന്ധത മാറ്റിക്കെടുക്കുക എന്നുള്ളത് ആവശ്യമാണ് നമ്മുടെ ജീവിതത്തിൽ. 2 കൊരിന്ത്യർ 4-ാം അധ്യായം 4-ാം വാക്യത്തിൽ നമ്മൾ ഈ ലോകത്തെ ദൈവം ത്തിൻ്റെ കണ്ണ് അന്ധത തീർന്നിരിക്കുകയാണ്. നമ്മൾ ഈ ലോകത്തിൽ നമ്മൾ കാണുമ്പോൾ ലൗകികമായ ജീവിതത്തിൽ ഓരോരുത്തരുടെയും കണ്ണുകളുണ്ടല്ലോ, ഉണ്ടെങ്കിലും ആ കണ്ണുകൾ അന്ധതയിൽ ജീവിക്കുന്ന മാതിരി അവർക്ക് യഥാർത്ഥ സത്യാവസ്ഥ അവർ കാണാൻ സാധിക്കുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പം ഇതിൻ്റെ മുഖ്യമായ കാര്യങ്ങൾ എന്താണ് നമ്മൾ കാണേണ്ടത്? യേശുക്രിസ്തു യഥാർത്ഥത്തിൽ ജീവൻ്റെ വെളിച്ചമാകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. രണ്ടാമത്തെ പോയിന്റ് നമുക്ക് നമ്മുടെ ഒബീഡിയൻ്റായിട്ട് ജീവിക്കുമ്പോൾ മാത്രമേ നമുക്ക് നമ്മുടെ സൗഖ്യം കിട്ടത്തുള്ളൂ എന്നുള്ളത്. മൂന്നാമത് നമ്മൾ സാക്ഷ്യം പറയേണ്ടത് ആവശ്യമാണ് നമുക്ക് സൗഖ്യം കിട്ടിക്കഴിയുമ്പോൾ. നാലാമത് നമുക്ക് നമ്മുടെ ആത്മീയപരമായ അന്ധതയെന്ന് പറയുന്നത് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതിനെ നമ്മൾ മാറ്റി നിർത്തുക എന്നുള്ളത് ആവശ്യമാണ്. അപ്പോൾ ഉദാഹരണമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്, ഇന്ന് ഒത്തിരി ആൾക്കാർ ഈ രീതിയിലാണ് ജീവിക്കുന്നത്. സത്യാവസ്ഥ കണ്ടിട്ടും നമ്മൾ സത്യാവസ്ഥ എന്താണെന്നുള്ളത് പറയാനായിട്ട് നമുക്ക് പ്രയാസമായിരിക്കുന്ന ലോകമാണ് നമുക്ക്. നമ്മൾ ധാർമ്മികപരമായിട്ട് നമ്മൾ എല്ലാവരും റൈച്ചസ് ആയിരുന്നാലും ആത്മീയ രൂപത്തിൽ നമ്മൾ അന്ധരായി ജീവിക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. ഒരു വ്യക്തി ഇരുട്ടുള്ള റൂമിൽ താമസിക്കുകയും അത് കഴിഞ്ഞിട്ട് ഇതാണ് ശരിയായ ജീവിതമെന്ന് അവർ മനസ്സിലാക്കുകയും ചെയ്യുന്നു. പക്ഷേ ഒരു ദിവസം ജനൽ തുറക്കുമ്പോൾ അവർക്ക് പ്രകാശം ഉള്ളിലേക്ക് വരുന്നത് അവർ കാണുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് പതുക്കെ ഉണ്ടല്ലോ ആ ഇരുട്ടത്തിരിക്കുന്നത് തന്നെ പ്രയാസമായപ്പോൾ
അയാൾ പതുക്കെ വെളിയിലോട്ട് കുറേശ്ശെ നോക്കാൻ തുടങ്ങി. അങ്ങനെ കുറേശ്ശെ വെളിയിലോട്ട് നോക്കിക്കഴിഞ്ഞപ്പോൾ അതിന് സത്യത്തിൻ്റെ പ്രകാശം എന്താണെന്ന് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ സ്പർശിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ മാറി മറിച്ചിരിക്കുന്നു. ഇതാണ് അപ്പോൾ നമ്മുടെ ഇതിൻ്റെ അകത്ത് ഇന്ന് നമുക്ക് ഇതിൻ്റെ ഒരു സാരാംശം പഠിക്കാൻ സാധിക്കുന്നത്, ഈ അന്ധതയിൽ കൂടെ പ്രകാശത്തിലോട്ട് നമ്മൾ തിരിയുക എന്നുള്ളത് ആവശ്യം. അന്ധതയിൽ നിന്ന് പ്രകാശത്തിലേക്ക് തിരിയണം നമ്മൾ. അപ്പോൾ യേശു ക്രിസ്തു നമ്മുടെ ഈ പ്രോബ്ലത്തിനെ ഏത് അവസരത്തിൽ കൂടെ ഇത് മാറ്റിയെടുക്കാൻ പറ്റുമെന്ന് നമുക്ക് ചിന്തിക്കേണ്ടിയിരുന്നു. വിശ്വാസത്തിൻ്റെയും ഒബീഡിയൻസിൻ്റെയും അന്ധതയെ നമ്മുടെ ജീവിതത്തിൽ മാറ്റിയെടുക്കേണ്ടത് ആവശ്യമാണ്. വിശ്വാസവും ഒബീഡിയൻസും നമുക്ക് ഉണ്ടല്ലോ നമ്മുടെ സൗഖ്യത്തിന് ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അത് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ സാക്ഷ്യം പറയുന്നതിൽ നമുക്ക് പേടിക്കാൻ പാടില്ല. ഉള്ളതുപോലെ തന്നെ പറയണം. നമ്മൾ ആത്മീയ അന്ധതയിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടണം. എന്താ വെച്ചാൽ നമ്മുടെ ജീവിതത്തിനെ മാറ്റിയെടുക്കണമെന്നുണ്ടെങ്കിൽ ആത്മീയപരമായ അന്ധതയിൽ നിന്ന് മാറിയെടുക്കണം. 36ാമത്തെ ദിവസം ഈ നോയമ്പ് സമയത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ പറയുന്ന ആത്മീയപരമായിട്ട് നമ്മൾ എന്താണ് ചിന്തിക്കുന്നതെന്നുള്ളതാണ് നോക്കേണ്ടത്. എന്താ നമ്മൾ ആത്മീയപരമായ ഇന്ന് നമ്മൾ അന്ധതയിലാണോ ജീവിക്കുന്നത് എന്ന് നമ്മളെ തന്നെ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ യഹോവ നമ്മുടെ പ്രകാശമാകുന്നു നമ്മൾ സ്വീകരിക്കുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. നടന്നിരിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ നടന്നിരിക്കുന്ന അതിശയകരമായ കാര്യങ്ങൾ നമ്മുടെ അന്ധത നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ അത് യഥാർത്ഥ യഹോവയാണെന്ന് നമ്മൾ സാക്ഷ്യം പറയുന്നുണ്ടോ? അത് നമ്മൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ നമ്മുടെ പ്രാർത്ഥനയിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, എങ്ങനെ പോകണം? എൻ്റെ ദൈവമേ യഹോവേ, എൻ്റെ ആത്മീയപരമായ കണ്ണുകൾ തുറക്കപ്പെടട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. ഞാൻ നിൻ്റെ ജീവൻ്റെ പ്രകാശത്തിൽ കൂടി എനിക്ക് നടക്കാനായിട്ട് നീ എന്നെ പഠിപ്പിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ യഥാർത്ഥ സത്യാവസ്ഥയെ സ്വീകരിക്കുകയും അതിനുള്ള സാഹസം എൻ്റെ ഹൃദയത്തിൽ ഉണ്ടാകണം. ഞാനത് പറയാൻ തന്നെ എനിക്കതിന് സാഹസം ഉണ്ടാകണം. എനിക്ക് എൻ്റെ സത്യാവസ്ഥ വിളിച്ചു പറയുന്നതിനുള്ള ശക്തി എന്നിലുണ്ടാകണം എന്ന് ഞാൻ പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. യോഹന്നായുടെ പുസ്തകം 9 അധ്യായം 1 തൊട്ട് 41 വരെ നമ്മളെ എന്താണ് പഠിപ്പിക്കുന്നത് അത് നമ്മൾ അന്തിമമായിട്ട് കാണേണ്ടതിരിക്കുന്നു. യേശു ക്രിസ്തു യഥാർത്ഥ ജീവൻ്റെ വെളിച്ചമാകുന്നു എന്നുള്ളതാണ് അവിടെ പറയുന്നത്. നമ്മൾ അന്ധനായിരിക്കുന്ന വ്യക്തിയുടെ ശാരീരികവും ആത്മീകവും രണ്ടിടത്തും അദ്ദേഹം പ്രകാശമുള്ളവരായി മാറട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. അതാണ് നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രധാനപ്പെട്ട കാര്യം. ആര് ഇതിനെ സ്വീകരിക്കുന്നു അവരെല്ലാം പ്രകാശത്തിലേക്ക് തിരിയുമെന്ന് നമ്മൾ വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ ഈ വചനം നമ്മുടെ കുടുംബത്തിന്, നമ്മുടെ കലീശയ്ക്ക്, നമ്മുടെ ഇതിനെ കേട്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ കേൾക്കുന്ന ധാരാളം പേരുണ്ട്. എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു റിവല്യൂഷൻ വന്നിട്ട് ഒരു വിപ്ലവം ഉണ്ടായിക്കൊണ്ട് നമ്മളെ തന്നെ പരിവർത്തനം ചെയ്യാനായിട്ട് നമ്മൾ സാക്ഷ്യം പറയട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ഗോഡ് ബ്ലെസ് ടു ഓൾ.